തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ പറന്നുയർന്നപ്പോൾ ക്യാബിൻ ക്രൂവിൽ നിന്ന് പ്രത്യേകമായ ഒരു അറിയിപ്പ് ലഭിച്ചു. യാത്രയിൽ നമുക്കൊപ്പം വിശിഷ്ട അതിഥികളുണ്ടെന്ന്. ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് അമ്പരപ്പ് മാറുന്നതിന് മുൻപ് തന്നെ രണ്ടാമത്തെ അതിഥിയെ കണ്ട് ആളുകളൊന്ന് സന്തുഷ്ടരായി. അത് മറ്റാരുമല്ല, സീറ്റ് നമ്പർ 19C മലയാളത്തിന്റെ പ്രിയ നടൻ ജഗദീഷ് ശ്രീകുമാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആകാശത്ത് വെച്ച ഇരു താരങ്ങളും കണ്ടുമുട്ടി. 13 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് പ്രിയ നടൻ. അരുൺ ശങ്കർ ചേരുന്നുണ്ട് തത്സമയം. അരുൺ, മലയാളത്തിന്റെ ഒരു ഹാസ്യ സാമ്രാട്ടിനെ കുറച്ച് ഫുൾ എനർജിയോട് കൂടി കാണാനായി ഒരുപാട് നാളായി മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നു. കാരണം ആ അപകടത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് എന്നാണ് ഇനി വെള്ളിത്തിരയിലേക്ക് എത്തുക എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു അത്. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൽ അങ്ങനെ വെച്ച് കണ്ടപ്പോൾ വലിയ ആവേശത്തിലായിട്ടുണ്ടാകും ഓരോ ആളുകളും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് ശരിക്കും സർപ്രൈസ് ആയിരുന്നോ ജഗദീഷ് ശ്രീകുമാർ ആ വിമാനത്തിലേക്ക് എത്തിയത്? ഇന്നത്തെ അമ്മ ജനറൽ ബോഡി യോഗത്തിൽ കണ്ട ഏറ്റവും സന്തോഷവും ഒരുപക്ഷെ അല്പം വിങ്ങലും നൽകിയൊരു ദൃശ്യമാണ് ജഗദീഷ് ശ്രീകുമാറിനെ ഒപ്പം അഭിനയിച്ചവർ സ്വീകരിക്കുന്നത്. 15 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ അമ്മ ജനറൽ ബോഡി യോഗത്തിനെത്തുന്നത്. കാരണം 2011 അവസാനം അദ്ദേഹം പങ്കെടുത്തത്. അതിൻ്റെ തൊട്ടടുത്ത വർഷം മാർച്ച് 10 അദ്ദേഹത്തിൻ്റെ അപകടം നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇത്രയും കാലം നടന്ന വാർഷിക ജനറൽ ബോഡിയിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇക്കുറി അദ്ദേഹം വന്നു. തങ്ങളുടെ തൻ്റെ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കളെയും ഒപ്പം അഭിനയിച്ചവരെയൊക്കെ കാണാൻ നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് അവരൊക്കെ അടുത്ത് വന്ന് ജഗതി ചേട്ടനോട് കാര്യം പറയുന്നത്. മലയാള സിനിമയുടെ ഒരു നഷ്ടങ്ങളുടെ വർഷമാണെന്ന് കൂടി വേണമെങ്കിൽ ഈ 15 വർഷത്തിൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. കാരണം എത്രയെത്ര കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകേണ്ടതായിരുന്നു ജഗദീഷ് ശ്രീകുമാർ. പണ്ടൊക്കെ ജഗതി ഇല്ലാത്തൊരു സിനിമയെന്ന് പറയുന്നത് അത് അത്രയ്ക്ക് അതിനെന്ത് പോരായ്മ ഉണ്ട് എന്ന് പോലും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ജഗതി ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം ചിരിക്കാൻ ഉള്ള വകയുണ്ടാകും. ആ മനുഷ്യനാണ് അധികം ചിരിക്കാതെ നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ കാണുമ്പോൾ പോലും നമുക്കൊരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിനോട് കുശലമൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ജഗദീഷ് ശ്രീകുമാറിനെ ഒരു തലപ്പാവ് അണിയിക്കുന്നുണ്ട് പ്രിയപ്പെട്ട അദ്ദേഹത്തിന് തന്നെ പ്രിയപ്പെട്ട നടനായ മോഹൻലാൽ. അവരോടൊപ്പം നിന്ന് ജഗദീശ്വരനോടൊപ്പം നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, കുശലം പറയുന്നു. ചിലതിനൊക്കെ അദ്ദേഹം നാളുകൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത്രത്തോളം എനർജിയിൽ അദ്ദേഹം തിരിച്ചു വരണം എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇനി വെള്ളിത്തിരയിൽ കൂടി അദ്ദേഹത്തെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളികളും.